ഇങ്ങനെ നമ്മുടെ മരണം, ആശുപത്രിവാസം, അംഗവൈകല്യം, അനുസരിച്ച് അതെ, അതായത് പുനരധിവാസത്തിനും ഇവരെ കൂടുതൽ മെച്ചപ്പെടുത്തിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു ധനസഹായം ഇതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDRFന്റെ മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും എടുക്കേണ്ട പണത്തിന്റെ കാര്യമാണ് ഇപ്പോൾ നിത്യാനന്ദ റായ് പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത്. എന്റെ ഒരു ചോദ്യം, ഈ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടം ഒന്നും അവർ പരിഗണിച്ചിട്ടേ ഇല്ലേ? ഓഗസ്റ്റ് 17 നമ്മൾ അയച്ചതാണ് മെമ്മോറാണ്ടം. ഇപ്പോൾ ഈ നിത്യാനന്ദ റായിയുടെ കത്തിൽ പറയുന്നത് ഇന്റർ മിനിസ്റ്റീരിയൽ ടീം എത്തിയതിനു ശേഷം നടത്തിയ ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് പരിശോധിക്കാമെന്നാണ്. പ്രതീക്ഷയുണ്ടോ ആ അർത്ഥത്തിൽ കേരളത്തിൽ? ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള മാർഗം മിനിസ്റ്റർ? അല്ല, ഞാൻ പറഞ്ഞത് ഈ ഓരോ നിമിഷത്തിലും യഥാർത്ഥത്തിൽ ചൂരൽമലയിലെ മനുഷ്യർ വെന്തുരുകി നിൽക്കുകയാണ്. ഓരോ നിമിഷത്തിലും അവരുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ വാർത്തയും വീണ്ടും വീണ്ടും അവരെ മാനസികമായി തകർക്കുന്നതിന് മാത്രം ഉപകരിക്കുന്നതാണ്. അരുണും ഞാനും, എനിക്ക് വേണമെങ്കിൽ വ്യക്തിപരമായി പറയാം, ഏറ്റവും കൂടുതൽ ദിവസം അവിടെ നിന്നയാളുകളാണ്, മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എന്ന നിലയിൽ. ഓരോ ഘട്ടത്തിലും അവരുടെ മാനസികാവസ്ഥ എന്താണ്? ഒരു ചെറിയ കാറ്റുണ്ടായാൽ, ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ, ഭൂമി കിട്ടുമോ എന്ന പേടിയുണ്ടായാൽ, ആരെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ അതിനോടൊക്കെ അവർ പ്രതികരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളായി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ ജനതയ്ക്ക് റിപ്പോർട്ടറിലൂടെ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഉറപ്പ് ഏത് വിധത്തിലൊക്കെ കേരളം കേന്ദ്രത്തിനെ ദ്രോഹിച്ചാലും ഒരു കാരണവശാലും ചൂരൽമലയിലെ ദുരന്തബാധിതനായ ഒരു മനുഷ്യനെയും കേരളം, മലയാളി, ലോകത്തെല്ലായിടത്തും ജോലി ചെയ്യുന്ന മലയാളി ഒറ്റപ്പെടുത്തില്ല. അവരെ മുഴുവൻ കൂട്ടി നിർത്തി ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കും. പക്ഷേ L3 എന്നതിൽ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ത്രിപുരയിലെ ദുരന്തം IMCT നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ L3 ആയി പരിഗണിച്ച് 40 കോടി രൂപയുടെ അധിക സഹായം ചെയ്തു. ഇപ്പോൾ ഇന്നുൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന കേസ് WPC 2859/2024 കേരള ഹൈക്കോടതി സുമോമോട്ടോ എടുത്ത കേസിൽ കേരളത്തിലെ ഹൈക്കോടതി സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞ വിധി ഇന്ത്യൻ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് സെക്ഷൻ 13 പ്രകാരം നിങ്ങൾ എന്തു ചെയ്യുന്നു? കേരളത്തിന് കൊടുക്കുന്ന അധിക സഹായം എന്താണ്? ഒരു അർത്ഥത്തിലും ഒരു തലത്തിലും 100 ദിവസം കഴിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കുന്നില്ല. അരുൺ, ഈ മറുപടി കൊടുത്ത ദിവസത്തിന്റെ പ്രത്യേകത അരുൺ ശ്രദ്ധിച്ചു? 13-ാം തീയതി, അതായത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം വയനാട്ടുകാർ അറിഞ്ഞാൽ മതി എന്ന ധാരണയോടെ ഇത്ര ദിവസം എടുത്തു വെച്ച ഈ കത്ത് പഠിച്ച് നിഷേധാത്മകമായ നിലപാട് 13-ാം തീയതി വൈകുന്നേരം എടുത്ത് 14-ാം തീയതി കേരളത്തിൻ്റെ കയ്യിൽ കിട്ടാവുന്ന വിധത്തിലൊരു കത്തയക്കുന്നതിലൂടെ കേരളത്തിലെ ജനങ്ങളെയും വയനാട്ടിലെ ജനങ്ങളെയും വെല്ലുവിളിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ്. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ആഗസ്റ്റ് 10-ാം തീയതി പ്രധാനമന്ത്രി വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച നൈസ എന്ന 2.5 വയസ്സുകാരി ഉണ്ടല്ലോ, ആ നൈസയുടെ ജീവിതം ഇപ്പോഴെങ്ങനെയാണ് എന്ന് ആലോചിക്കാനുള്ള വിവേകമെങ്കിലും നിത്യാനന്ദ റോയ് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കത്തെഴുതും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് കേരളം വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തിയോ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. അല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം പല വിധത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായ നിലപാടെടുത്തു. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിന് ശേഷം വീണ്ടും അവിടെ പോയി. അതിനുശേഷം കേരള ക്യാബിനറ്റ് വീണ്ടും ആവശ്യപ്പെട്ടു. തുടർച്ചയായി കേരളം ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് മുമ്പിൽ പറയുന്നു. അതെല്ലാം പറഞ്ഞിട്ടും ഒരു സംസ്ഥാനത്തെ പരിഗണിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം വേറിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഈ ഘട്ടത്തിൽ എന്തെല്ലാം അഭിപ്രായം പറഞ്ഞാലും എൻ്റെ അഭ്യർത്ഥന കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, ചൂരൽമലയിലെ മനുഷ്യനെ സഹായിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, L3 ആയി നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല? ഓക്കിയുള്ള കാലത്ത് L3 ആയി പ്രഖ്യാപിച്ചല്ലോ ദുരന്തം. നമ്മുടെ പ്രളയത്തിൻ്റെ കാലത്ത് L3 ആയി പ്രഖ്യാപിച്ചല്ലോ. ഇപ്പോൾ ഇനി ഈ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന് വരാൻ ഇനി എന്താണ് അറിയേണ്ടത്? ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം നടന്ന് 100-ലധികം ദിവസമായിട്ടും ഞങ്ങൾക്കിതൊരു ദേശീയ ദുരന്തമായി ബോധ്യപ്പെട്ടില്ല എന്ന് നിത്യാറായി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങളുടെ അഭ്യർത്ഥന ഗവൺമെൻറ്റിനോട് രാഷ്ട്രീയ വിരോധമാകാം,
ഗവൺമെന്റിനോട് രാഷ്ട്രീയ വിരോധമാകാം, പക്ഷേ 3.5 കോടി വരുന്ന മലയാളിയുടെ മനസ്സിലുള്ള ഈ പ്രയാസത്തിന്റെ നേരെ വീണ്ടും അണിയടിക്കാൻ വെക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാടെടുക്കരുത്. കേരളത്തിലെ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ 2-3 തവണ കേന്ദ്രത്തിനോട് നിർദ്ദേശം പറയണം, കേരളത്തിന് സഹായിക്കുന്നതിനെ സംബന്ധിച്ച അഭിപ്രായം പറയണം എന്ന് പറഞ്ഞത് കേട്ടുപോയിരിക്കുകയാണ് കേന്ദ്രം. എന്താണ് മറുപടി പറയുന്നത് നോക്കാം. ഒരു കാര്യം ഉറപ്പാണ് അരുണേ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഭരണഘടനയുള്ളൊരു രാജ്യമാണ്. എന്തും അങ്ങനെ ചെയ്യാം എന്നൊരു ഗവൺമെന്റ് കരുതരുത്. ഹൈക്കോടതി തന്നെ പറഞ്ഞത് നിങ്ങൾ നോക്കൂ, ഹിമാചൽ, സിക്കിം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതുപോലെ കേരളത്തിൽ കൊടുക്കണം. അതിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി 2 സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാടിനും കർണാടകയ്ക്കും അവരുടെ ദുരന്തത്തിലെ സഹായം കിട്ടാൻ, അവർ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയിലല്ല എന്നുള്ളത് കൊണ്ട് ആ സഹായം കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഗതികേടുള്ള ഒരു രാജ്യമായി ദുരന്തത്തിൽ ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം. കേരളം പുറകോട്ട് പോകില്ല, ശക്തമായി അവകാശത്തിന് വേണ്ടി നിലനിൽക്കും. അതൊരു ഔദാര്യമല്ല, കേരളത്തിന്റെ അവകാശമാണ്. ഒരു കാര്യം കൂടി അരുണേ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇപ്പൊ ഇതുവരെ കേന്ദ്രമന്ത്രിമാരിൽ ചിലർ പറഞ്ഞല്ലോ വേണ്ടത്ര കാര്യങ്ങൾ മെമ്മോറാണ്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്, നിത്യാനന്ദ റായ് അത് പറയാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല കേന്ദ്രത്തിന്റെ മുമ്പിൽ എന്ന് ഇപ്പൊ ഉറപ്പിച്ച് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അത് പറയുമായിരുന്നല്ലോ, ഏതെങ്കിലും വിവരം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ജനാധിപത്യ പോരാട്ടത്തിനോടൊപ്പം കേരളത്തിൽ 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്, ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ജോർജ് കുര്യനും. ഇവരും കൂടി സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് പ്രതിപക്ഷത്തോടൊപ്പം, അല്ലെ, സർക്കാരിനോടൊപ്പം ഒരുമിച്ച് നിന്ന്. തീർച്ചയായും കേരളത്തിന്റെ പേരിൽ കേന്ദ്രത്തിലേക്ക് പോയ 2 പേരാണ്. അവര് നിർബന്ധം ചെലുത്തണമെന്ന് മാത്രമല്ല, കേരളത്തിന്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഇല്ല എന്ന തെറ്റായ വിവരം കൊടുക്കാനും പാടില്ല. റൈറ്റ്, ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. വളരെ ഉറപ്പോടുകൂടി മിനിസ്റ്റർ പറയുന്നു, കേരളത്തിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ മനുഷ്യരെ ഈ സർക്കാരും ഈ സമൂഹവും ഒറ്റപ്പെടുത്തില്ല, അവരെ ചേർത്ത് പിടിച്ചു നിർത്തും. കേന്ദ്രം ജനദ്രോഹപരമായ എത്ര നിലപാട് സ്വീകരിച്ചാലും കേരളം അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ കെ രാജൻ പറഞ്ഞത്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. മെമ്മോറാണ്ടത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് L3 കാറ്റഗറിയായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് തടസ്സം എന്ന് മിനിസ്റ്റർ ചോദിക്കുന്നു. അത് കേരളത്തോട് മാത്രമല്ല, ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തബാധിതരോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് മിനിസ്റ്റർ കെ രാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രം കുറച്ചുകൂടി ഉദാരപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ഇപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി മുഖ്യമന്ത്രി ഈ L3 കാറ്റഗറിയിൽ പെടുത്തി കൊടുക്കണം എന്ന് പറയുന്ന, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന കത്തിനുള്ള മറുപടിയാണ് നിത്യാനന്ദ റായ് കൊടുത്തിരിക്കുന്നത്. ഇനി വരേണ്ടത് ഓഗസ്റ്റ് 17-ാം തീയതി കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ധനസഹായമാണ്. ആ തീരുമാനം ഇനിയും എടുത്തിട്ടില്ല. ഇന്റർ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ടീം എടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കേരളത്തിന് കിട്ടുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് 1202 കോടി രൂപ. ഇപ്പോൾ കേന്ദ്രം അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഇനി